Good morning, all. Good morning, Miss. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്? നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ. ഇങ്ങനത്തെ ഭാഗങ്ങള് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. തുടങ്ങാലോ? മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്? ഇഷ്യൂ ഫസ്റ്റ് പറയുന്നത് ഇഷ്യൂസ് ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജസ് ടു മീഡിയ. നമ്മ പറഞ്ഞു ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ എന്ത് വരും? മീഡിയാസ് വരും അല്ലെ? ന്യൂസ് കവറേജ് ചെയ്യാനായിട്ട് അല്ലെ? ആ ഒരു ന്യൂസ് കവറേജിലൂടെ അല്ലെങ്കിൽ ആ ഒരു മീഡിയാസിന്റെ ഇൻഫോർമേഷൻസിലൂടെ അല്ലേ നമ്മളൊക്കെ അറിയുന്നത് വിവരങ്ങള്. എത്ര പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് അല്ലെ? എത്ര പേർക്ക് റിക്കവറി ആയിട്ടുണ്ട് അല്ലെ? എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്? എത്ര പേര് ക്രിട്ടിക്കൽ സ്റ്റേജില് ഉണ്ട് അല്ലെ? ആ ഒരു മീഡിയാസിന്റെ ഇൻഫോർമേഷൻസിൽ നിന്നല്ലേ നമുക്ക് വിവരങ്ങൾ അറിയുന്നത്. അപ്പൊ ഈ മീഡിയാസിന്, ഹോസ്പിറ്റലിലുള്ള മീഡിയാസിന് ഇൻഫർമേഷനും മെസ്സേജസും ആരാണ് പാസ് ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഈ ഒരു ഡിസാസ്റ്ററിനെ സംബന്ധിച്ച ഇൻഫർമേഷൻസ്, എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്, എത്ര പേര് ക്രിട്ടിക്കൽ സ്റ്റേജിലുണ്ട്, എത്ര പേർക്ക് മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണ് സംഭവിച്ചത്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. നെക്സ്റ്റ് പറയുന്നത് ആക്ട് ആസ് മീഡിയേറ്റർ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. പേഷ്യന്റ് റിലേറ്റീവ്സും അഡ്മിനിസ്ട്രേറ്ററും തമ്മിൽ ഒരു എന്താണ് മീഡിയേറ്റർ ആയിട്ട് അല്ലെ, മധ്യസ്ഥനായി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തുള്ള വിവരങ്ങൾ പാസ് ചെയ്യണം അല്ലെ? സംബന്ധിച്ച വിവരങ്ങൾ കൊടുക്കണ്ടേ? റിലേറ്റീവ്സിന് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അവരുടെ കണ്ടീഷൻ എന്താണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് പബ്ലിക് റിലേഷൻ, ഈ നമ്മുടെ പേഷ്യന്റ് റിലേറ്റീവ്സും അഡ്മിനിസ്ട്രേഷനും തമ്മിൽ അല്ലെ എന്താണ് ഒരു മീഡിയേറ്ററായി, മധ്യസ്ഥരായി ഈ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് സെൻട്രലൈസസ് ഇൻഫോർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്. കാഷ്വാലിറ്റിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പാസ് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് ഇൻഫോമറായി അല്ലെ, കേന്ദ്രീകൃത ഇൻഫോമറായി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. നമുക്കറിയാം ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും ആദ്യം പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്? ക്രിട്ടിക്കൽ ഉടനടി പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റിയിലേക്കായിരിക്കും അല്ലെ? കാഷ്വാലിറ്റിയിലേക്കായിരിക്കും. അപ്പൊ ആ കാഷ്വാലിറ്റിയിലെ വിവരങ്ങൾ പാസ് ചെയ്യണ്ടേ? പേഷ്യൻസിനെ സംബന്ധിച്ച വിവരങ്ങൾ അല്ലെ? കാഷ്വാലിറ്റിയിലെ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് അല്ലെ? ആണോ?
റിസോഴ്സുകൾ ആവശ്യമായിട്ട് വരാം അല്ലെ. അവിടെ ഇപ്പൊ നിലവിലുള്ള റിസോഴ്സുകളിലും കൂടുതൽ ആവശ്യമായിട്ട് വരാലോ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ. അപ്പൊ കാഷ്വാലിറ്റിയെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് ഇൻഫോമർ ആയിട്ട്, ഒരു കേന്ദ്രീകൃത ഇൻഫോർമർ ആയിട്ട് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമ്മുടെ കാഷ്വാലിറ്റി എന്ന് പറയുന്ന വിവരങ്ങൾ പാസ് ചെയ്യണോ അല്ലെ, ഇപ്പൊ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ നഴ്സുമാർക്ക് എല്ലായിടത്തേക്കും പാസ് ചെയ്യണ്ടേ? ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക്, ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് അല്ലെ. അപ്പൊ എല്ലാ സ്ഥലത്തേക്കും ഈ കാഷ്വാലിറ്റിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പാസ് ചെയ്യുന്നതിനുള്ള ഒരു കേന്ദ്രീകൃത ഇൻഫോമർ ആയിട്ട് ഈ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ്, കൺട്രോൾ ഫോട്ടോഗ്രാഫ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു അല്ലെ, ഹോസ്പിറ്റലില് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിനെ കൊണ്ടുവന്നാൽ മീഡിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? പരമാവധി ന്യൂസ് കവറേജ് എടുക്കുന്നുണ്ട് അല്ലെ. അവരുടെ മീഡിയാസ് ആണ് ബെറ്റർ എന്ന് കാണിക്കാനായിട്ട് ആണോ? അങ്ങനെയല്ലേ അവർ പ്രവർത്തിക്കുന്നത് അല്ലെ? അവരെ ന്യൂസ് ആണ് ബെറ്റർ എന്ന് കാണിക്കാനായിട്ട് അല്ലെ, ആണോ? അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? പുതുതായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കൂ അല്ലെ, പുതിയ ന്യൂസ് കവറേജുകൾ അല്ലെ, ഫോട്ടോസ് ഒക്കെ മീഡിയാസ് വഴി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കൂ. അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സുകൾ അല്ലെ, മീഡിയാസ് എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സുകൾ നിയന്ത്രിക്കുന്നത് എങ്ങനെയൊക്കെ, ഏതൊക്കെ സെക്ഷനിലുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കണം, അങ്ങനെയുള്ള കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ്, പ്രിപ്പയർ ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റഡ് കാഷ്വാലിറ്റി ലിസ്റ്റ്. എന്താണ്? കാഷ്വാലിറ്റിയെ സംബന്ധിക്കുന്ന പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതും തയ്യാറാക്കുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാം, ഒരു കാഷ്വാലിറ്റിയില് ഒരു 10 പേഷ്യന്റിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു 100 പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ അതിൽ മരണം സംഭവിച്ചവരുണ്ടാവും അല്ലേ? മരണം സംഭവിച്ചവരുണ്ടാവും. ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളുകൾ ഉണ്ടാവും. പിന്നെ എന്താണ്? മൈനർ ആയിട്ടുള്ള പരിക്കുകൾ പറ്റിയവരുണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണ്ടേ? കാഷ്വാലിറ്റിയിൽ ഇത്ര പേഷ്യൻസിനെ, 100 പേഷ്യൻസിനെ കൊണ്ടുവന്നവരിൽ 5 പേര് അല്ലെ, അല്ലെങ്കിൽ 4 പേർക്ക് മരണം സംഭവിച്ചു അല്ലെ, അല്ലെങ്കിൽ 25 പേര് അത്യാസന്ന നിലയിലാണ് അല്ലെ, അല്ലെങ്കിൽ 30 പേര് അവരുടെ എന്താണ് അസുഖത്തിൽ നിന്ന് അവർക്ക് വന്ന പരിക്കുകളിൽ നിന്ന് അവര് റിക്കവർ ആയിട്ടുണ്ട് അല്ലെ. അങ്ങനെ പറഞ്ഞ് നമ്മൾ ന്യൂസിൽ കാണാറില്ലേ? അത് കഴിഞ്ഞ് ചിലപ്പോ പിറ്റേ ദിവസം ആവുമ്പോഴത്തേന് അതെന്ത് പറ്റും? അതിൽ ചേഞ്ചസ് വരുമല്ലോ. ഇപ്പൊ 5, 4 മരണം എന്നുള്ളത് ചിലപ്പോ 6 ആവാം അല്ലെ. ഈ ക്രിട്ടിക്കൽ പേഷ്യൻസിൽ ഒരാളും കൂടി മരണപ്പെടാം അല്ലെ. അപ്പൊ ആ ഒരു ഡെത്ത് റേറ്റ് കൂടുമല്ലോ, ഡെത്ത് റേറ്റ് കൂടും അല്ലെ. അതല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരില് ആർക്കെങ്കിലും എന്താണ് റിക്കവറി സംഭവിക്കാം അല്ലെ, അവരുടെ അസുഖത്തിൽ നിന്ന് റിക്കവറി സംഭവിക്കാലോ. അപ്പൊ ആ ലിസ്റ്റ്, ആ ഒരു റേറ്റ് അപ്ഡേറ്റ് ചെയ്യണ്ടേ? ഈ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ നിന്ന് കൊടുത്ത ലിസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യണം അല്ലെ ഓരോ ദിവസത്തിന്റെ. അപ്പൊ അങ്ങനെയുള്ള അപ്ഡേഷൻസ് നടത്തുന്നത്, പ്രിപ്പയർ ചെയ്യുന്നതും അത് പോസ്റ്റ് ചെയ്യുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ? മീഡിയാസിന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ്, വിവരങ്ങളും മെസ്സേജുകളും പാസ് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. കൂടാതെ എന്താണ്? പേഷ്യൻസിന്റെ റിലേറ്റീവ്സും അഡ്മിനിസ്ട്രേഷനും തമ്മിൽ ഒരു മധ്യസ്ഥനായി പേഷ്യൻസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നതിനും ഉള്ള ഒരു ഇൻഫോമർ ആയിട്ട്, ഒരു മീഡിയേറ്റർ ആയിട്ട് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നു. കാഷ്വാലിറ്റിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ലെങ്കിൽ മീഡിയാസിനെ അല്ലെങ്കിൽ ആർക്കാണ്? മറ്റുള്ള ഏരിയാസിലെ പബ്ലിക്കിനെ അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ സെൻട്രലൈസ്ഡ് ഇൻഫോമർ ആയിട്ട് അല്ലെ, കേന്ദ്രീകൃത ഒരു ഇൻഫോമർ ആയിട്ട് നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത്
നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ഫോട്ടോഗ്രാഫ്, ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സുകള് നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് പ്രിപ്പയർ ആൻഡ് എന്താണ് ഡേ ടു ഡേ അപ്ഡേറ്റുകൾ അല്ലെ, കാഷ്വാലിറ്റിയെ സംബന്ധിക്കുന്ന ഡേ ടു ഡേ അപ്ഡേറ്റുകൾ നടത്തുന്നത്, ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ്, in the emergency department personnel remain in their area, defer all daily activities. നമ്മ പറഞ്ഞു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് സാധാരണ നടക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും, ഡെയിലി ആക്ടിവിറ്റീസ് തന്നെയായിരിക്കും അവർ ചെയ്യുന്നത്. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ഡേ ടു ഡേ വർക്കുകളായിരിക്കും അല്ല അല്ലെ, അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അല്ലെ. ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും അല്ലെ. അപ്പൊ എന്താണ് റിമെയിൻ ഇൻ ദെയർ ഏരിയാസ്, അവരുടെ ഏരിയാസില്, നമ്മുടെ കാഷ്വാലിറ്റി ഏരിയാസില് ഈ ഡെയിലി ആക്ടിവിറ്റീസിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, ഡിഫർ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെ, ഡെയിലി ആക്ടിവിറ്റീസിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്. ഓക്കെ, ബി പ്രിപ്പയർഡ് ടു റിസീവ് and help disaster casualties, need urgent life saving measures. എന്താണ് അവിടെ ഒരു നമ്മുടെ കാഷ്വാലിറ്റി ആരെയാണ് കൊണ്ടുവരുന്നത്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാലോ പേഷ്യൻസിനെ അല്ലെ, ഡിസാസ്റ്റർ ബാധിച്ച ദുരന്ത ബാധിതരല്ലേ കൊണ്ടുവരുന്നത്. ഡിസാസ്റ്റർ എഫക്ട് ചെയ്താലേ ആണോ? അപ്പൊ എന്താണ് ദുരന്ത ബാധിതരെ അല്ലെ, ഒരു ഡിസാസ്റ്റർ എന്താണ് ബാധിച്ച ആളുകളെ സ്വീകരിക്കുക അല്ലെ, ഒരു പേഷ്യൻസിനെ സ്വീകരിക്കാനും പിന്നെ എന്താ അവരെ സഹായിക്കണം അല്ലെ, ആൻഡ് ഹെൽപ്പ് അല്ലെ, അവരെ സഹായിക്കാനും തയ്യാറാകുക. കൂടാതെ എന്താണ് അവർക്ക് വേണ്ട അടിയന്തര രക്ഷാ നടപടികൾ സ്വീകരിക്കുക അല്ലെ. അവർക്ക് എന്ത് വേണം? അർജന്റ് ലൈഫ് സേവിങ് മെഷേഴ്സ് കൊടുക്കണം അല്ലെ. കാഷ്വാലിറ്റിയില അടിയന്തര രോഗി പരിചരണം കൊടുക്കണ്ടേ ദുരന്ത ബാധിതർക്ക്. അപ്പൊ എന്താണ് ദുരന്ത ബാധിതരെ സ്വീകരിക്കാനും അവരെ സഹായിക്കാനും അല്ലെ, അവരെ ഹെൽപ്പ് ചെയ്യാനും തയ്യാറാകുക. കൂടാതെ അവർക്ക് വേണ്ട അടിയന്തര രക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. ക്ലിയറായോ? നോക്കിയേ, be prepared and to receive and help disaster casualties. എന്താണ് ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസ് അല്ലെ, ഡിസാസ്റ്റർ ബാധിതരായ ആളുകളെ സ്വീകരിക്കാനും അല്ലെ, അവരെ ഹെൽപ്പ് ചെയ്യാനും അല്ലെ, അവരെ സഹായിക്കാനും തയ്യാറാകുക. കൂടാതെ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തര കെയേഴ്സ് അല്ലെ, പരിചരണം പ്രൊവൈഡ് ചെയ്യണ്ടേ എമർജൻസി ഡിപ്പാർട്ട്മെന്റില്. അവർക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തര രോഗി പരിചരണം നൽകുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത്, ഇത് നമ്മ പറഞ്ഞു ഫസ്റ്റ് തന്നെ പറഞ്ഞു അല്ലെ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫുകൾ മതിയാവോ? ഇപ്പൊ കാഷ്വാലിറ്റിയിലായിരിക്കും അല്ലെ കൂടുതൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. അപ്പൊ കാഷ്വാലിറ്റിയിലെ നിലവിലുള്ള സ്റ്റാഫുകൾ മതിയാവോ? ഇല്ല അല്ലെ. എന്ത് വേണം? എക്സ്ട്രാ സ്റ്റാഫുകൾ അവർക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ നോക്കിയേ, see that extra nurses are assigned from the floors അല്ലെ, മറ്റു ഫ്ലോറുകളില് കൂടുതലായി വരുന്നാല് എക്സ്ട്രാ വരുന്ന നഴ്സുകളെ എന്ത് ചെയ്യുക? നമ്മുടെ കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടിക്കായിട്ട് അസൈൻ ചെയ്യാല്ലേ, അവരെ നിർത്തുക. നെക്സ്റ്റ് പറയുന്നത്, ആർ അക്കൗണ്ടബിൾ ദാറ്റ് ക്രാഷ് കാർഡ്സ് ആർ ബോട്ട് ആൻഡ് കെപ്റ്റ് ഇൻ റെഡിനെസ് ഇൻ ദ ട്രയേജ് ഏരിയാസ്. എന്താണ് ക്രാഷ് കാർഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ക്രാഷ് കാർഡ് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില് ക്രാഷ് കാർഡ് കണ്ടിട്ടുണ്ടോ? ട്രോളി ഇല്ല, ട്രോളി കണ്ടിട്ടില്ലേ നിങ്ങൾ?
ട്രോളികൾ കണ്ടിട്ടേ ഇതെന്താണ്? ഒരുപാട് വലിപ്പുകളൊക്കെ ഉള്ള ഒരു ട്രോളി ആയിരിക്കും. ട്രോളി പോലെ തന്നെ നമുക്ക് ചക്രങ്ങളൊക്കെ ഉള്ള ഒരുപാട് വലിപ്പുകളുള്ള ട്രോളി ആയിരിക്കും. അപ്പൊ ഇതിലെന്താണ്? നമുക്ക് ഒരുപാട് എന്താണ് എമർജൻസി മെഡിസിനുകള്, എമർജൻസി എക്യുപ്മെന്റ്സുകളൊക്കെ നമുക്ക് അറ്റ് എ ടൈം സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ട്രോളി കൊണ്ടുപോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് മെഡിസിനുകൾ കിട്ടില്ലേ? നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോകുമ്പോൾ ട്രോളി യൂസ് ചെയ്യാറുണ്ടോ? ട്രോളി യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം അല്ലെ? നമ്മുടെ കയ്യിൽ അത്രയും സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ട്രോളിയിലാവുമ്പോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെ, ഒരുപാട് സാധനങ്ങൾ അതിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അല്ലെ? ഈ മാക്സ് കാർട്ട് എന്ന് പറയുന്നത് ഒരുപാട് വലിപ്പുകളൊക്കെ ഉണ്ടാവും അതില്. അപ്പൊ അതിലെന്താണ്? നമുക്ക് ഒരുപാട് എമർജൻസി മെഡിസിനുകള്, എക്യുപ്മെന്റ്സുകളൊക്കെ നമുക്ക് ആ ഒരു ട്രോളിയിൽ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഓരോ പേഷ്യൻസിന്റെ അടുത്ത് പോകുമ്പോഴും ഈ ഒരു ട്രോളി കൊണ്ടുപോയാൽ പോരെ? ഇഞ്ചക്ഷൻസിന്റെ മരുന്നുകൾ സൂക്ഷിക്കാം, സിറിഞ്ചുകൾ സൂക്ഷിക്കാം, കോട്ടൺസ് സൂക്ഷിക്കാം, മെഡിസിനുകൾ സൂക്ഷിക്കാം, എക്യുപ്മെന്റുകൾ സൂക്ഷിക്കാം. അപ്പൊ നമുക്ക് എന്താണ്? ഈ ഒരു ട്രോളി കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അതിൽ സൂക്ഷിച്ച് പെട്ടെന്ന് തന്നെ പേഷ്യൻസിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാലോ അതിൽ നിന്ന് എടുത്തല്ലേ? ഓരോ സമയം പോയി നമുക്ക് ഓരോന്ന് എടുക്കേണ്ടി വരുന്നുണ്ടോ? ആ സെക്ഷനിൽ പോയി മരുന്ന് എടുക്കുക, എക്യുപ്മെന്റ് എടുക്കുക, കോട്ടൺസ് എടുക്കുക, ഇഞ്ചക്ഷൻസ് എടുക്കാൻ വേണ്ടി വരുമോ? ഇല്ല അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള മാക്സ് കാർട്ടുകള് നമ്മുടെ ട്രേഡ് ഏരിയയില് ക്രാഷ് കാർട്ട് എന്നും പറയും, അതിനെ മാക്സ് കാർട്ട് എന്നും പറയും കേട്ടോ. ഈ ക്രാഷ് കാർട്ടുകള് വാങ്ങി വെക്കണം അല്ലെ? അത് സജ്ജമാക്കി വെക്കണ്ടേ? അതിലെ എക്യുപ്മെന്റ്സുകള്, മെഡിസിനുകൾ അല്ലെ, എല്ലാം സജ്ജമാക്കി വെക്കണ്ടേ പ്രവർത്തനത്തിന് വേണ്ടി? ട്രേഡ് ഏരിയയിലെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇങ്ങനെയുള്ള ക്രാഷ് കാർട്ടുകൾ വാങ്ങി വെക്കുകയും അത് സജ്ജമാണോ അല്ലെ, അതിൽ ആവശ്യമായിട്ടുള്ള മെഡിസിനുകൾ ഉണ്ടോ, എക്യുപ്മെന്റ്സുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, make sure that a portable X-ray machine brought and kept in emergency medicine. പോർട്ടബിൾ എക്സ്റേ മെഷീൻ എന്ന് പറഞ്ഞാല് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെ, തള്ളിക്കൊണ്ടു പോകാൻ പറ്റുന്ന എക്സ്റേ മെഷീൻ. അതിന്റെ ഇടയിൽ വീൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു പേഷ്യൻസിന്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എക്സ്റേ എടുക്കണമെങ്കിൽ നമുക്ക് പേഷ്യന്റിനെ എക്സ്റേ റൂമിലേക്ക് കൊണ്ടുപോകണോ? റേഡിയേഷൻ ഏരിയസിലേക്ക് കൊണ്ടുപോകണോ? വേണ്ട അല്ലെ? ഈ എക്യുപ്മെന്റ് ആ പേഷ്യന്റിന്റെ അടുത്ത് കൊണ്ടുവന്ന് നമുക്ക് എക്സ്റേ എടുക്കാലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് പോർട്ടബിൾ ആയി എമർജൻസി ഡിപ്പാർട്ട്മെന്റില് നമുക്ക് തള്ളിക്കൊണ്ടു പോകാൻ പറ്റുന്ന മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? ഓക്കെ. ഒന്ന് വായിച്ചു നോക്കിയേ, മിസ് എടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലില്? ക്ലിയർ ആവുന്നില്ല അല്ലെ? കണ്ടോ? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? കണ്ടോ? അതിൽ ഒരുപാട് വലിപ്പുകളുണ്ട് അല്ലേ? വലിപ്പുകളുണ്ട്. മുകളിൽ എന്താണ്? ക്ലിയർ ആണോ? ഇതാണ് ക്രാഷ് കാർട്ട്. പലതരത്തിലുണ്ട് കേട്ടോ. ഇതാണ് ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? കണ്ടിട്ടില്ല എല്ലാവരും? ആ ഇതേനാ കണ്ടോ? പല മോഡലിൽ വരുന്നുണ്ട്. കണ്ടോ? ഓക്കെ അല്ലേ ഇപ്പൊ ക്രാഷ് കാർട്ട്? കണ്ടോ? പല മോഡലിൽ വരുന്നുണ്ട്. കണ്ടോ?
ഇതിലൊക്കെ എന്താണ് ഒരുപാട് വലിപ്പുകൾ വരുന്നുണ്ട് അല്ലെ? ഒരുപാട് വലിപ്പുകളുണ്ട്. മുകളിൽ നമുക്ക് എക്യുപ്മെന്റ്സുകൾ വെക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ ഇതെന്താണ് അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് മെഡിസിനുകൾ അല്ലെ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റോർ ചെയ്ത് എല്ലായിടത്തും എത്തിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള മാക്സ് കാർഡില് എന്താണ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഉണ്ടോ എന്നും അത് പ്രവർത്തനത്തിന് അല്ലെ എന്താണ് അതിനാവശ്യമായിട്ടുള്ള മെഡിസിനുകൾ ഉണ്ടോ എക്യുപ്മെന്റ്സുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ക്ലിയർ ആയോ? അപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോഴായിരിക്കും ക്ലിയർ ആവുന്നത്. നിങ്ങൾ എല്ലാവരും മിക്കവരും കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു കാർട്ട് കണ്ടിട്ടില്ലേ? ക്രാഷ് കാർട്ട് കണ്ടിട്ടില്ലേ? ഫോട്ടോ കണ്ടപ്പോ മനസ്സിലായില്ലേ? ആ ഓക്കെ, അതുകൊണ്ടാണ് മിസ് ആ പിക്ചർ എടുത്ത് കാണിച്ചു തന്നത് കേട്ടോ. നെക്സ്റ്റ് എടുക്കാലോ? അപ്പൊ ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി റൂംസില് നമ്മുടെ വാർഡുകളിലൊക്കെ കൊണ്ടുവരാറുണ്ട് അല്ലെ? വാർഡുകളിലൊക്കെ കൊണ്ടുവരാറില്ലേ? ഹോസ്പിറ്റലിലുള്ള ഒരു എക്യുപ്മെന്റ് ആണത്. അപ്പൊ നമ്മുടെ എമർജൻസി റൂമിൽ അങ്ങനത്തെ ക്രാഷ് കാർഡ് സജ്ജമാണോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് സെക്യൂരിറ്റി. സം ഓഫ് ദ ഡ്യൂട്ടീസ് സജസ്റ്റഡ് ആർ. സെക്യൂരിറ്റിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? വർക്ക് ഇൻ ക്ലോസ് കോപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ് അല്ലെ? നമ്മ പറഞ്ഞു ഫസ്റ്റ് എന്താണ് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലില് ഭയങ്കര തിരക്കായിരിക്കും അല്ലെ? മീഡിയാസ് വരും, VIPs വരും, പബ്ലിക് വരും അല്ലെ? ഒരുപാട് തിരക്കായിരിക്കും. അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റിക്ക് മാത്രം അവരെ നിയന്ത്രിക്കാൻ സാധിക്കോ? മീഡിയാസിനാ പബ്ലിക്കിനാ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക? ലോക്കൽ പോലീസിന്റെ കോപ്പറേഷനോട് കൂടി അല്ലേ അവരെന്ത് ചെയ്യുക? അവിടുത്തെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ ഒരു ദുരന്തം സംഭവിച്ച ഹോസ്പിറ്റൽ എന്തായാലും പോലീസ് വരുമല്ലോ. പോലീസ് വരും അല്ലെ? പബ്ലിക്കിനെ മീഡിയാസിനൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ലോക്കൽ പോലീസിന്റെ കോപ്പറേഷനോട് കൂടി ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുക. ഈ ഒരു സെക്യൂരിറ്റി ആളുകള് പ്രവർത്തിക്കുക. നെക്സ്റ്റ് മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെ ഓർഡേഴ്സ് എന്താണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിലും പുറത്തും നിലനിർത്തുക. എന്തൊക്കെയായിരിക്കും ഓർഡേഴ്സ്? എന്തെങ്കിലും പറയാമോ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. മീഡിയാസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലേ? മീഡിയാസിന് സെപ്പറേറ്റ് ഏരിയാസ് ഉണ്ട് അല്ലേ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? VIPs വരുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഏരിയാസ് ഒക്കെ സജ്ജമാക്കി കൊടുക്കണ്ടേ ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? പിന്നെ എന്താണ്? കാഷ്വാലിറ്റിയില പബ്ലിക്കിനെ നിയന്ത്രിക്കണം അല്ലെ? അതേപോലെ എന്താണ്? കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന എമർജൻസിയിലെ ഇതിൽ കൊണ്ടുവരുന്ന നമ്മുടെ ആംബുലൻസിലൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എങ്ങനെയാണ്? അവിടത്തെ തിരക്ക് നിയന്ത്രിച്ച് എത്രയും വേഗം അവരെ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിക്കണം അല്ലെ? തിരക്കുകൾ നിയന്ത്രിച്ച്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ ഉള്ളിലും പുറത്തും എന്താണ്? ഹോസ്പിറ്റലിന്റെ ഓർഡേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഹോസ്പിറ്റലിന്റെ അകത്തും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ? കൺട്രോൾ ചെയ്യാനായിട്ട്, ആളുകളെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് നിയന്ത്രിക്കുക. നെക്സ്റ്റ് ഡയറക്റ്റ് traffic so as not to block the free entry of patients carrying vehicles to and outside the hospital. എന്താണ്? ആശുപത്രിക്ക് അകത്തേക്കും പുറത്തേക്കും ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ടാവും അല്ലെ രോഗികളുമായിട്ട്. ഉണ്ടോ? രോഗികളുടെ പ്രവേശനം തടയാതിരിക്കാൻ നേരിട്ടുള്ള ഒരു ഗതാഗത നിയന്ത്രണം ഈ സെക്യൂരിറ്റി ഓഫീസേഴ്സ് നടത്തണം. നമുക്കറിയാം ചില പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് അഡ്വാൻസ് ട്രീറ്റ്മെന്റ് അല്ലെ അതല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കെയർസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാലോ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അല്ലെ? അതല്ലെങ്കിൽ എന്താണ്? എന്തെങ്കിലും ഈ ദുരന്തം ബാധിച്ച ആളുകളെ ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുവരോ?
കൊണ്ടുവരോ? ദുരന്ത സ്ഥലത്ത് നിന്ന് അല്ലെ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ച സ്ഥലത്ത് നിന്നും ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരില്ലേ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്? അതേപോലെ അതാണ് ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ, കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് സ്പെഷ്യലൈസ്ഡ് കെയേഴ്സ് വേണമെങ്കിൽ അവരെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ, ട്രാൻസ്ഫർ ചെയ്യല്ലേ. അതാണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ അകത്തേക്കും പുറത്തേക്കും രോഗികളുമായി വരുന്ന വണ്ടികളുടെ അല്ലെ വാഹനങ്ങളുടെ ഗതാഗത നിയന്ത്രണം നടത്തുക. ക്ലിയർ ആയോ? അവർക്ക് വേറെ എന്താണ് തിരക്കുകളൊന്നും കൂടാതെ അവരെ പെട്ടെന്ന് അല്ലെ ഹോസ്പിറ്റലിന്റെ അകത്ത് നിന്ന് പുറത്തേക്കും അല്ലെ, പുറത്ത് നിന്ന് അകത്തേക്ക് അവരെ വാഹനങ്ങൾ പെട്ടെന്ന് കയറ്റി വിടണ്ടേ, പേഷ്യൻസിനെ കൊണ്ടുവരുന്ന വാഹനങ്ങള്. അപ്പൊ അതിന് വേണ്ട ഗതാഗത നിയന്ത്രണം സെക്യൂരിറ്റി ഓഫീസേഴ്സ് നിലനിർത്തുക, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരാണ്, പുറത്ത് നിന്ന് ഒരു ഡിസാസ്റ്റർ സംഭവിച്ച സ്ഥലത്ത് നിന്നും പേഷ്യന്റിനെ കൊണ്ടുവരാണ്, ഒരു വണ്ടിയിൽ കൊണ്ടുവരാണ്, പ്രൈവറ്റ് വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താ, എൻട്രൻസിൽ ഒരുപാട് നേരം കാത്തു നിർത്താനൊക്കെ പാടുണ്ടോ ആ ഒരു വെഹിക്കിളിനെ? ആംബുലൻസ് ആണെങ്കിൽ നമുക്കറിയാം ആ ഒരു അലാം കേൾക്കുമ്പോ തന്നെ അവർ കയറ്റി വിടും അല്ലേ. അതല്ല ഒരു പ്രൈവറ്റ് വണ്ടിയിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ അതിൽ പേഷ്യന്റ് ഉണ്ട് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അവരെ പെട്ടെന്ന് കയറ്റി വിടണ്ടേ ആ പേഷ്യന്റുമായി വരുന്ന വാഹനങ്ങള്. അതാണ് പറയുന്നത്. എന്താണ്, രോഗികളുമായി ഹോസ്പിറ്റലിന്റെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന വാഹനങ്ങളെ എന്താണ് അവര് ഗതാഗത അല്ലെ തിരക്കുകളൊന്നും കൂടാതെ നിയന്ത്രിക്കുക, പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. ക്ലിയർ ആയോ? ഓക്കെ ആയോ എല്ലാവർക്കും? Okay. Next, protect key installation of the hospital. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ മെയിൻ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട് അല്ലെ, കീ ഇൻസ്റ്റലേഷൻ ഏരിയാസ്, പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസ്, പവർ സ്റ്റേഷനിലെ ജനറേറ്റർ, എന്താണ് അവിടുത്തെ ആവശ്യമായ വൈദ്യുതിയിലെ ഇലക്ട്രിസിറ്റി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്, വാട്ടർ സപ്ലൈ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ആരുടെ ഡ്യൂട്ടിയാണ്? സെക്യൂരിറ്റി ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ്, restrain and strictly control access to the hospital, direct the entry for authorized person to appropriated areas. ആംബുലൻസ് ടു, ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലില് നമ്മൾ പറഞ്ഞു ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് പല ആളുകളും വരും അല്ലേ, വരും. അപ്പൊ ഓരോരുത്തരെയും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് നയിക്കുക എന്നുള്ളത് നമ്മുടെ സെക്യൂരിറ്റി ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. റിസ്ട്രെയിൻ ആൻഡ് സ്ട്രിക്ട്ലി കൺട്രോൾ, എന്താണ് ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് അല്ലെ എന്താണ് സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്യുക, നിർബന്ധമായും നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ സെക്യൂരിറ്റി ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആംബുലൻസിനെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? ഹോസ്പിറ്റലിനെ ആംബുലൻസിനെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയാൽ മതിയോ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയാൽ മതിയോ? പോരാ അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകണല്ലേ. അതേപോലെ മീഡിയാസിനെ എങ്ങോട്ട് കൊണ്ടുപോകണം? മീഡിയ റൂമിലേക്ക് അല്ലേ. പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? വെയിറ്റിംഗ് ഏരിയാസ് അല്ലേ, പേഷ്യന്റ് റിലേറ്റീവ്സ് വെയിറ്റിംഗ് ഏരിയാസിലേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പൊ ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായ ഏരിയസിലേക്ക് നിയന്ത്രിക്കുക അല്ലെ, ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് സെക്യൂരിറ്റി ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സൺ ആൻഡ് പേഷ്യൻസ്. എന്താണ്? തിരക്കുകൾ വരുമ്പോ എന്തെങ്കിലും
ഒരുപാട് റഷുകൾ വരുമ്പോ അവര് ആ ഹോസ്പിറ്റലിലെ പേഴ്സൺസിനെയും സ്റ്റാഫുകളെയും പേഷ്യൻസിനെയും പ്രൊട്ടക്ട് ചെയ്യണ്ടേ? അപ്പൊ പേഷ്യൻസിനെയും ഹോസ്പിറ്റൽ പേഴ്സണലെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, സംരക്ഷിക്കുക എന്നുള്ളതും സെക്യൂരിറ്റി ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓൾ ഹോസ്പിറ്റൽ എന്താണ് ഇപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഒരു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യാന്നൊക്കെ പറയില്ലേ, നയിക്കുക. സോറി ഇത് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നയിക്കുക. ഈ നമുക്ക് ഹോസ്പിറ്റലില് ഒരുപാട് പേഷ്യൻസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് തിരക്കുകൾ വരുമ്പോൾ നമ്മ പറഞ്ഞു മറ്റു ഏരിയാസിൽ നിന്ന് ഡോക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവരേണ്ടി വരും അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരേണ്ടി വരുമോ? ആ സമയത്ത് ഈ തിരക്കുകളിൽ കൂടി അവർക്ക് വരാന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ? ആളുകളുടെ ഇടയിൽ കൂടി, എല്ലാവരും കൂടി നിൽക്കുന്ന ഇടയിൽ കൂടി അവർ വരിക എന്നുള്ളത് ആണോ? അപ്പൊ എങ്ങനെയാ അവര് നല്ല സംരക്ഷണത്തോടു കൂടി അവരെ കൊണ്ടുവരണം അല്ലെ? ഓരോ ഏരിയാസിലേക്കും കൊണ്ടുവരണ്ടേ? കണ്ടിട്ടില്ലേ അങ്ങനെയൊക്കെ സിനിമയിലും മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? സെക്യൂരിറ്റി സ്റ്റാഫുകൾ അവരെ കൊണ്ടുവരുന്നത് ആളുകളുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അല്ലെ, ആളുകളുടെ ഇടയിൽ അവർക്ക് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി അവരങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ. അതേപോലെ എന്താണ് ഹോസ്പിറ്റൽ പേഴ്സണലെയും പേഷ്യൻസിനെയും അല്ലെ, തിരക്കുകളിലെ പേഷ്യൻസിനെ ഒരു സ്ഥലത്ത് കയറ്റുക അല്ലെ, ആംബുലൻസിന് എന്താണ് നമ്മൾ കാഷ്വാലിറ്റിയിൽ കയറ്റുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ആംബുലൻസ് കൊണ്ടുവന്ന് നിർത്തി ആളുകളുടെ ഇടയിൽ സ്ട്രക്ചറിൽ ഈ പേഷ്യന്റിനെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് കയറ്റുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ പേഴ്സണലെയും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെയും പേഷ്യൻസിനെയും സംരക്ഷിക്കുക എന്നുള്ളതും ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് all hospital personnel should wear identity cards. എന്താണ്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവരെന്താ നിർബന്ധമായിട്ടും ഐഡന്റിറ്റി കാർഡുകൾ ധരിക്കുക. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റോ ആ തിരക്കിന്റെ ഇടയിൽ ആരൊക്കെയാണ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള്? അറിയാൻ പറ്റോ? നമുക്ക് അറിയാൻ പറ്റോ? ഇല്ല. അപ്പൊ എന്താ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് അവരുടേതായ ഒരു ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ ചെയ്യുന്ന ഒരു തിരക്കിന്റെ ഇടയിൽ പെട്ടുപോയാൽ ആളുകൾ എന്ത് ചെയ്യും? അവർക്ക് പോകാനുള്ള വഴി കൊടുക്കോ? നമ്മുടെ ഇടയിൽ ഒരു ഐഡന്റിറ്റി കാർഡ് ഇല്ലാണ്ട് ഒരാൾ നിൽക്കുമ്പോ നമ്മ വഴി കൊടുക്കോ? ഇല്ല. പക്ഷെ ID കാർഡ് കാണുമ്പോ നമുക്ക് എന്ത് ചെയ്യും? ഒരു ID കാർഡ് കാണുമ്പോ നമുക്ക് അറിയാലേ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അവർക്ക് അത്യാവശ്യമായിട്ട് എവിടേക്കെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയാസിലേക്ക് പോകണം അല്ലേ? ID കാർഡ് കാണുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അതിനു വേണ്ടി ഹോസ്പിറ്റലിലെ പേഴ്സൺ ആണ് അല്ലെ, സ്റ്റാഫുകളാണ് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് നിർബന്ധമായിട്ടും ഐഡന്റിറ്റി കാർഡുകൾ ധരിക്കുക. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ ജസ്റ്റ് ആ സെക്ഷൻ ഒന്ന്. റിസ്ട്രെയിൻ എന്ന് പറഞ്ഞാല് കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക, നയിക്കുക എന്നൊക്കെ പറയാം കേട്ടോ.
ക്ലിയർ ആയോ? എന്താണ് സെക്യൂരിറ്റി ഓഫീസറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ലോക്കൽ പോലീസുമായി എന്താണ് ഒരു കോർപ്പറേഷനോട് കൂടി അല്ലെ സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുക. പിന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ പുറത്തും അകത്തും എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിന്റെ ഓർഡേഴ്സ് അല്ലെ നിർദ്ദേശങ്ങള് നിലനിർത്തുക. പിന്നെ എന്താണ് ഹോസ്പിറ്റലിലെ പേഷ്യൻസുമായി ഹോസ്പിറ്റലിന്റെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന വാഹനങ്ങളെ എന്താണ് തിരക്കുകളൊന്നും കൂടാതെ അവർക്ക് വേണ്ട ഗതാഗത സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക അല്ലെ. തിരക്കുകളൊന്നും എന്താണ് ട്രാഫിക്കുകളൊന്നും കൂടാതെ അവർക്ക് വേണ്ട പ്രവേശനം എളുപ്പമാക്കി കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റലിന്റെ കീ ഇൻസ്റ്റലേഷൻ ഏരിയാസ് പ്രധാനപ്പെട്ട ഏരിയാസിലെ പ്രവർത്തനങ്ങള് പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക. എക്സാമ്പിള് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസ് എന്ന് പറയുമ്പോൾ എല്ലാം പെടും അല്ലേ. ICU, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലേ, വാർഡുകള് അല്ലേ, അതൊക്കെ പെടില്ലേ ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസ് എന്ന് പറയുമ്പോ? ഓരോന്ന് എടുത്ത് പറയുന്നുണ്ടല്ലോ. റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റ്, ലബോറട്ടറി അല്ലെ, ഫാർമസി അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ വർക്കിംഗ് ഏരിയാസ്, പവർ സ്റ്റേഷൻസ്, വാട്ടർ സപ്ലൈ അങ്ങനെയുള്ള ഏരിയാസിലെ പ്രവർത്തനങ്ങള് സംരക്ഷിക്കുക. നെക്സ്റ്റ് എന്താണ്? ഹോസ്പിറ്റലിലെ ഓരോ ആളുകളെയും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക അല്ലെ. എക്സാമ്പിൾ എന്താണ്? ആംബുലൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നയിക്കുക, അവരെ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുക. പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ വെയിറ്റിംഗ് ഏരിയാസിലേക്ക് അയക്കുക. പിന്നെ എന്താണ്? മീഡിയാസിനെ മീഡിയ റൂമിലേക്ക് മീഡിയ കവറേജിന് വേണ്ടി ഡയറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ നമുക്ക് തിരക്കുകളൊക്കെ വരുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഹോസ്പിറ്റൽ പേഴ്സണെയും സ്റ്റാഫുകളെയും പേഷ്യൻസിനെയും സംരക്ഷിക്കുക. നെക്സ്റ്റ് എന്താണ്? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധമായിട്ടും ഐഡന്റിറ്റി കാർഡുകള് ധരിക്കുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് ട്രയേജ്. ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താ മിസ് പറഞ്ഞേ? സോർട്ട് ചെയ്യുക അല്ലെ. പേഷ്യൻസിനെ തരംതിരിക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ സോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തരംതിരിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇഞ്ചുറീസ് ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അല്ലെ, അവർക്ക് വന്ന അപകടത്തിന് അല്ലെങ്കിൽ അസുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ തരംതിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരംതിരിക്കുന്നത്? സോർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കെയർ കൊടുക്കാൻ അല്ലെ, പരിചരണം കൊടുക്കാനായിട്ട്. ഇമ്മീഡിയറ്റ് കെയർ എന്താണ്? നമുക്ക് ഇങ്ങനെ തരം തിരിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അല്ലെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ആർക്കാണ് പരിചരണം ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആർക്കൊക്കെയാണ് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്? മൈനർ ഇഞ്ചുറീസ് പറ്റിയവർക്ക് ഒരിത്തിരി വൈകിയാലും കുഴപ്പമില്ല അല്ലെ, പരിചരണം കൊടുക്കുന്നത് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇങ്ങനെ എന്താണ്? സർവൈവല് ചെയ്യാൻ അല്ലെ, രക്ഷപ്പെടാൻ ആരാണോ കൂടുതൽ സാധ്യതയുള്ളത് അല്ലെ, അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റുകൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവര് സോർട്ട് ചെയ്യുന്നത്. നോക്കിയേ, ദ പ്രോസസ് ഓഫ് സോർട്ടിംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദെയർ റിക്വയർമെന്റ് ഫോർ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആസ് കമ്പയർഡ് ടു ദെയർ ചാൻസ് ഓഫ് ബെനിഫിറ്റിംഗ് ഫ്രം സച്ച് കെയർ. എന്താണ്? നമുക്ക് കൊടുക്കുന്ന ആ ഒരു കെയറില് ആരൊക്കെയാണ് ആ കെയർ കൊണ്ട് രക്ഷപ്പെടാൻ ചാൻസസ് ഉള്ളത് അല്ലെ, അവർക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ മിസ് അൺസാൽവജബിൾ കേസസ് എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഇന്നലെയല്ല, ഫ്രൈഡേ. അൺസാൽവജബിൾ കേസസ് എന്ന് എന്താ പറഞ്ഞ മിസ്? രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ആളുകൾ അല്ലെ,
എന്തൊക്കെ പരിചരണങ്ങൾ കൊടുത്താലും എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്താലും അല്ലെ അവര് സർവൈവ് ചെയ്യാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തത് അല്ലെ ആണോ? മറന്നോയോ? അപ്പൊ ഈ ഒരു ചാൻസ് ഉള്ള ആളുകൾ ഇപ്പൊ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ള ആളുകളല്ലേ നമ്മ പെട്ടെന്ന് കൊടുക്കേണ്ടത്, അവർക്കല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ കെയർസ് കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള സച്ച് കെയർ നമുക്ക് ഇങ്ങനെ സോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആ കെയർ കൊണ്ട് എന്താണ് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിനെ പീപ്പിൾസിനെ സോർട്ടിങ് നടത്തുന്നത്, ട്രയേജ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നമുക്ക് വരുന്ന പേഷ്യൻസ് അല്ല, ഇപ്പൊ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും അല്ലെ അറ്റ് എ ടൈം. അപ്പൊ അതിൽ ഡെഡ് കേസുകൾ ഉണ്ടാവുമല്ലോ, അവരെ നമ്മൾ കുറെ നേരം ചെക്കപ്പ് ചെയ്ത് കെയർ കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവരെ ജസ്റ്റ് അവരെ ബ്രീത്തിങ് നോക്കുക, എയർവേ ഓപ്പൺ ചെയ്യാം. അവർക്ക് എയർവേ ഓപ്പൺ ചെയ്തിട്ട് ബ്രീത്തിങ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യാം, മാറ്റിക്കിടത്താം അല്ലെ. അവര് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി മാറ്റിക്കിടത്താം. പിന്നെ അവരെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. പിന്നെ എന്ത് ചെയ്യാ, ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിന് കൂടുതൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ, അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് എന്ത് ചെയ്യാ, അവരെ ജീവൻ രക്ഷപ്പെടുത്താം അല്ലെ. അങ്ങനെയല്ലേ വേണ്ടത്? അപ്പൊ എന്താണ്, അപ്പൊ ഇതെന്താ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താ, ദ പ്രോസസ് ഓഫ് സോർട്ടിംഗ് പീപ്പിൾ. എന്താണ് ഈ പ്രോസസ്, ഈ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താ, പേഷ്യൻസിനെ തരം തിരിക്കുക. കോവിഡ് ടൈമിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെ. ഈ മൂവീസിലൊക്കെ കാണാറുണ്ട്, യുദ്ധങ്ങൾ വരില്ലേ, യുദ്ധം, വാറുകള്, ബോംബ് ബ്ലാസ്റ്റുകളൊക്കെ വരുമ്പോ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. ആ ഒരു സെക്ഷനിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ചിലരെന്താ സർവൈവ് ചെയ്യാൻ ചാൻസുകൾ ഇല്ലാത്തവരായിരിക്കും അല്ലെ. അപ്പൊ അവരെന്താ ആർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സോർട്ട് ചെയ്തിട്ട് സർവൈവ് ചെയ്യാൻ ആരാണോ കൂടുതൽ സാധ്യത ഉള്ളത് അല്ലെ, ചാൻസ് ഉള്ളത്, അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ പരിചരിക്കുന്നതാണ് ട്രയേജ്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ സാൽവജബിൾ കേസസ് അല്ലെ, അൺസാൽവജബിൾ കേസസ്, ഡെഡ് കേസുകൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണോ, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ? വേണ്ട അല്ലെ. അപ്പൊ നോക്കിയേ, the process of sorting people based on their requirement for immediate medical treatment as compared to their chance of benefiting from such cases. എന്താണ് പ്രോസസ്, എന്താണ് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ. എന്നിട്ട് എന്താണ് ആസ് കമ്പയർഡ് ടു their chance of benefiting such care, ആ കെയർ കൊണ്ട് അവർക്ക് എത്രത്തോളം പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് അവരെ തരംതിരിക്കുന്നതിനെയാണ് സോർട്ടിംഗ് അല്ലെങ്കിൽ ട്രയേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അൺസാൽവജബിൾ കേസസ് നമുക്ക് നോക്കണ്ടെന്നല്ല, പക്ഷെ എന്താണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടി പ്രയോറിറ്റി കുറവായിരിക്കും അല്ലെ. രക്ഷപ്പെടാൻ സാധ്യത ഉള്ളവരെ അപേക്ഷിച്ച് ഇതിലേക്ക് എന്താണ് പ്രയോറിറ്റി കുറവായിരിക്കും. ക്ലിയർ ആയോ? ട്രയേജ് ഈസ് ഡൺ ഇൻ എമർജൻസി റൂം. ട്രയേജ് എവിടെയൊക്കെയാണ് നടത്തുന്നത്? എമർജൻസി റൂമിൽ നടത്തുന്നുണ്ട് അല്ലെ. ഡിസാസ്റ്റർ, ദുരന്ത സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. യുദ്ധങ്ങൾ നടക്കുമ്പോൾ അവിടെ നടത്തുന്നുണ്ട്. When limited medical resources must be allotted to enhance the number of survivors അല്ലെ. എന്താണ് നമ്മുടെ കയ്യിൽ അപ്പൊ ആ സമയത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് റിസോഴ്സുകളായിരിക്കും അല്ലെ, പരിമിതമായ വിഭവങ്ങളായിരിക്കില്ലേ. അപ്പൊ എന്താ, അത് കൂടുതൽ ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. ആവശ്യമില്ലാത്തവർക്ക് അത് കൊടുത്തിട്ടുണ്ട് വലിയ കാര്യമുണ്ടോ? അതിജീവിച്ചവര്, സർവൈവ് ചെയ്യുന്നവരുടെ അല്ലെ, അതിജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള പരിമിതമായ വിഭവങ്ങൾ അനുഭവിക്കുമ്പോൾ അത്യാഹിത വിഭാഗത്തിലും പിന്നെന്താണ് യുദ്ധങ്ങളിലും
പിന്നെ എന്താണ് ഡിസാസ്റ്റർ ഏരിയാസ് അല്ലെ, ദുരന്ത പ്രദേശങ്ങളിൽ നമ്മൾ എന്തുപയോഗിക്കുന്നു, നമ്മൾ ട്രയേജ് ഉപയോഗിക്കുന്നു, നടത്തുന്നു. ക്ലിയർ ആയോ? അതിജീവിച്ച് സർവൈവ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് നമ്മുടെ കയ്യിലുള്ള ആ ലിമിറ്റഡ് അല്ലെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മ യുദ്ധസ്ഥലങ്ങളിലും ദുരന്ത പ്രദേശങ്ങളിലും എമർജൻസി റൂമുകളിലും ട്രയേജ് നടത്തുന്നു. ഓക്കെ ആയോ? ഇപ്പൊ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ ക്രിട്ടിക്കൽ പേഷ്യൻസിനെ നമ്മൾ റെഡ് കളർ ടാഗ് ആയിരിക്കും കൊടുക്കുന്നത്. കൊണ്ടുവരുമ്പോൾ അവർക്ക് റെഡ് കളർ ടാഗ് കൊടുക്കും. പിന്നെ അതിലും കുറച്ചും കൂടി ഇതുള്ളവർക്ക് കുറവ് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലല്ല, എന്നാലും ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളവര് നമ്മൾ എന്ത് കളറ്, യെല്ലോ ടാഗ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ മൈനർ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇഞ്ചുറീസും ചെറിയ ചെറിയ അസുഖങ്ങളുള്ളെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ഗ്രീൻ ടാഗ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഡെഡ് കേസുകൾ ആണെങ്കിൽ അവർക്ക് നമ്മൾ എന്തായിരിക്കും, ബ്ലാക്ക് കളർ ടാഗ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആർക്കായിരിക്കും ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഈ റിസോഴ്സുകൾ വിഭവങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക ആർക്കായിരിക്കും, കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ആർക്കായിരിക്കും, റെഡ് കളർ ടാഗിലുള്ളവർക്ക് അല്ലെ, അവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, അവർക്കായിരിക്കും പെട്ടെന്ന് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതാണ് ഈ സോർട്ട് ചെയ്യുക, അവരെ തരംതിരിക്കുക എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമ്മ കൊടുക്കുന്ന ആ മെഡിക്കൽ കെയർ കൊണ്ട് അല്ലെ, എമർജൻസി ആയിട്ടുള്ള ആ ഒരു മെഡിക്കൽ കെയർ കൊണ്ട് ആർക്കൊക്കെ എന്താണ് ബെനിഫിഷ്യറീസ് അല്ലെ പ്രയോജനം ലഭിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തില് പേഷ്യൻസിനെ തരംതിരിക്കുന്നതിനെയാണ് ട്രയേജ് അല്ലെങ്കിൽ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, ഈ ഒരു ചാപ്റ്റർ എങ്ങനെ തന്നെയാണ് കേട്ടോ ഡിസാസ്റ്റർ. പരമാവധി നിങ്ങൾക്ക് ഇതാക്കാൻ നോക്കുന്നുണ്ട്. ക്ലിയർ ആയി പറഞ്ഞോട്ടോ മിസ്സിന്റെ അടുത്ത്, മിസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി. ഇപ്പൊ ഒരു വാർ നടക്കാണ്, ഒരു യുദ്ധം നടക്കുകയാണ്. ഒരു യുദ്ധം നടക്കുമ്പോൾ അവരുടെ അടുത്ത് ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടാവും, മെഡിസിനുകള്, മരുന്നുകള്, അവരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും? ഇല്ല അല്ലെ, ലിമിറ്റഡ് ആയിരിക്കും അല്ലെ. അവരുടെ കയ്യിലുള്ള ആ റിസോഴ്സുകൾ ലിമിറ്റഡ് ആയിരിക്കും. ചിലപ്പോ എല്ലാവർക്കും ലഭ്യമാക്കാൻ സാധിക്കില്ല അവരുടെ കയ്യിലുള്ള മെഡിസിനുകളൊക്കെ. അപ്പൊ അവരെന്ത് ചെയ്യും, കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കാണ് കൊടുക്കേണ്ടത് അല്ലെ, കൂടുതൽ പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കേണ്ടത്, അവർക്ക് കൊടുക്കുമല്ലോ. നമ്മൾ അങ്ങനെയല്ലേ? അപ്പൊ അത് അപ്പൊ ആ റിസോഴ്സുകൾ കൂടുതൽ ആവശ്യം ആർക്കാണ് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്രയേജില് പേഷ്യൻസിനെ തരംതിരിക്കുന്നത്. ക്ലിയർ ആയോ? സർവൈവ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെ പരിമിതമായിട്ടുള്ള വിഭവങ്ങള് എന്താണ് അനുവദിക്കാൻ അല്ലെ ലഭ്യമാക്കാനായിട്ട് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളില്, ദുരന്ത പ്രദേശങ്ങളില്, പിന്നെ എന്താണ് യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ട്രയേജ് നടത്തുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ. നെക്സ്റ്റ് കാറ്റഗറി 1 കേട്ടോ. 4 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. എന്താണ്, പെട്ടെന്ന് തന്നെ പരിചരണം കൊടുക്കണം അല്ലെ, എമർജൻസി കെയർ ആവശ്യമുള്ള പേഷ്യൻസ് ആണ് കാറ്റഗറി 1-ല്. അപ്രോക്സിമേറ്റ്ലി ഒരു 20% ആളുകളും ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നതാണ്. ഇവർക്ക് പ്രയോറിറ്റി എന്താണ്, ഫസ്റ്റ് പ്രയോറിറ്റി ഇവർക്കായിരിക്കും അല്ലെ. അല്ലെ, കാറ്റഗറി 1-ല് വരുന്ന പേഷ്യൻസിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കിയേ. സെവർ ബ്ലീഡിങ് അല്ലേ, സെവർ ബ്ലീഡിങ്, കഠിനമായ
രക്തസ്രാവം. അപ്പൊ ഒരുപാട് ബ്ലഡ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അവർക്ക് മരണം സംഭവിക്കില്ലേ? ആണോ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ആ ഒരു ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കണ്ടേ? കെയേഴ്സ് കൊടുക്കണം അല്ലേ? അപ്പൊ സെവർ ബ്ലീഡിങ്, കഠിനമായ രക്തസ്രാവം, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ ശ്വസനത്തിന്, ശ്വാസനാളത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലോ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് എങ്ങനെയാ? ശ്വസനത്തിലൂടെയല്ലേ. കുറച്ചു നേരം നമ്മ മുക്കുവായും പൊത്തിപ്പിടിച്ചു കഴിഞ്ഞ് ശ്വസനത്തിന് തടസ്സം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? സഫോക്കേഷൻ വരും അല്ലേ? ശ്വാസം മുട്ട് വരും അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതല്ലെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി ട്രാക്റ്റിന് തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കളർ വ്യത്യാസം വരും. നമ്മുടെ ചുണ്ടിന്റെ കളർ ബ്ലൂ കളർ ആവും, സ്കിന്നിന്റെ കളറിലൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ശ്വസനത്തിനാളത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരാണ്. അപ്പൊ അവർക്ക് എന്ത് വേണം? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ? പെട്ടെന്ന് തന്നെ അവരുടെ എയർവേ ഓപ്പൺ ചെയ്യണം അല്ലെ? ആണോ? വായുസഞ്ചാര മാർഗം ഓപ്പൺ ചെയ്യണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകള് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യണം. ന്യൂമോതെറാക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലങ്സില് എയർ നിറയുന്നതിനെയാണ് ന്യൂമോതെറാക്സ് എന്ന് പറയുന്നത്. ന്യൂമോ എന്ന് പറഞ്ഞാല് എയർ, തൊറാക്സ് എന്ന് പറഞ്ഞാല് ലങ്സ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ, ന്യൂമോ പ്ലസ് തൊറാക്സ്. ലങ്സിൽ എയർ നിറയാ അല്ലെ? അപ്പൊ നമ്മുടെ ലങ്സിൽ എയർ നിറയുന്ന ഒരു അവസ്ഥ, ആ സമയത്ത് എന്ത് പറ്റും? എയർ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എയർ നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടോ? ആ ഒരു എയർ വഴി തടസ്സപ്പെടോ? പിന്നെന്താ? നമുക്ക് ഡെഡ് വരെ, മരണം വരെ സംഭവിക്കാം എയർ നിറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെയുള്ള ന്യൂമോതെറാക്സ് പറ്റുന്ന പേഷ്യൻസ്. ഹീമോതെറാക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ നെഞ്ചിന്റെ മുറിവിൽ നിന്ന് ബ്ലഡ് പൊട്ടിയില്ലേ, രക്തസ്രാവം, നമ്മുടെ ചെസ്റ്റ് വാളിന്റെയും ലങ്സിന്റെയും ഇടയിൽ നമ്മുടെ നെഞ്ചിന് എന്തെങ്കിലും മുറിവുകൾ സംഭവിക്കാണ്, ഉള്ളിൽ ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ മുറിവിൽ നിന്ന് ബ്ലഡുകൾ വന്നിട്ട് നമ്മുടെ ആ ചെസ്റ്റ് വാളിന്റെയും ലങ്സിന്റെ ഇടയിൽ ബ്ലഡ് പോട്ട് ചെയ്ത് നിൽക്കില്ലേ? ഇന്റേണൽ ബ്ലീഡിങ് സംഭവിച്ചു കഴിഞ്ഞാലോ? അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഹീമോതെറാക്സ് എന്ന് പറഞ്ഞത്. നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ട് നമ്മുടെ ചെസ്റ്റ് വാളിന്റെയും ലങ്സിന്റെയും ഉള്ളില് രക്തസ്രാവം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ബ്ലഡ് കോട്ടായി നിൽക്കുന്നതിനെയാണ് ഹീമോതെറാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല കേട്ടോ, ജസ്റ്റ് ആ പേരുകൾ മാത്രം പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഹൈപ്പോവോൾമിക് ഷോക്ക് പറയണോ? ഓരോ അസുഖങ്ങൾ എന്താണെന്ന് പറയണോ? ഓക്കെ. ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ഫ്ലൂയിഡ്സുകൾ ഉണ്ട് അല്ലെ? ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ട്, ബ്ലഡ് ഉണ്ട് അല്ലേ? അപ്പൊ ആ ഒരു ബോഡി ഫ്ലൂയിഡ്സിന്റെയോ അല്ലെങ്കിൽ ബ്ലഡിന്റെയോ 15% കൂടുതൽ ലോസ് സംഭവിച്ചിട്ട്, നഷ്ടം സംഭവിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാകുന്നതിനെയാണ് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ്സോ അതല്ലെങ്കിൽ ബ്ലഡോ 15%-ലധികം നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം തകരാറിലാകുന്നതിനെയാണ് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? നെക്സ്റ്റ്, എക്സ്ട്രിമിറ്റി സെവർലി ഇൻജേർഡ്. എന്താണ്? നമുക്ക് ഗുരുതരമായ പരിക്കുകളേക്കാൾ ഇൻജുറി സംഭവിക്കുക. പിന്നെന്താണ്? ഫേഷ്യൽ ബേൺസ്, നമുക്ക് മുഖത്ത് പൊള്ളലേൽക്കുക. അപ്പൊ പിന്നെന്താണ്? ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. റെസ്പിറേറ്ററി ട്രാക്ട് ആണല്ലേ നമ്മുടെ റെസ്പിറേഷന് സഹായിക്കുന്നത് അല്ലേ? അപ്പൊ ആ റെസ്പിറേറ്ററി ട്രാക്റ്റിന് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേഷൻ ശരിക്കുമാവോ?
നല്ല രീതിയിൽ നമുക്ക് റെസ്പിറേഷൻ നടത്താൻ പറ്റോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെയാണ് നമ്മൾ എന്തിലാ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ 1 അല്ലെങ്കിൽ റെഡ് ടാഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരം പേഷ്യൻസിനെ ആണ്. അതിന് കുറച്ച് എക്സാമ്പിൾ ഓക്കെ ആയോ? ക്ലിയർ ആണോ? ഇതിലേതെങ്കിലും ഒരു അസുഖങ്ങള് പറയേണ്ടതുണ്ടോ? രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണോ മിസ്? എല്ലാം ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്ന് എത്ര എടുക്കുന്നുള്ളൂ, ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.